ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈദ് മുബാറക്. ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ഈദ് വ്ളോഗ് ഇടാമെന്ന്. ഇപ്പം ഞാൻ രാവിലെ എണീച്ചിട്ടുള്ളത്, ബ്രഷ് ചെയ്തു. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ചാനലും വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ കണ്ടിന്യൂ വാച്ചിങ്. ഇന്നത്തെ ദിവസം ഒരു നല്ല ചായ കുടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ചായൻ്റെ കൂടെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമില്ല. വൈകുന്നേരമാണെങ്കിൽ ഞാൻ കുടിക്കും, രാവിലെ തന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഇന്നലെ രാത്രിയാണ് മെഹന്തി ഇട്ട, അതുകൊണ്ട് ചോന്നിട്ടില്ല. കാണുന്നുണ്ടൊന്നും എനിക്കറിയില്ല, ഒട്ടും ചോന്നിട്ടില്ല, ഉള്ളിലും ഒന്നും ചോന്നിട്ടില്ല. കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ഇട്ടത്, പക്ഷെ കളറൊന്നുമില്ല. ഇതാണ് എൻ്റെ ഉമ്മ രാവിലെ തന്നെ നെയ്പ്പത്തിൽ ചുട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഈദ് മുബാറക്. ഈദ് മുബാറക്. ഷീ സോ ക്യൂട്ട്. ഉമ്മാൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയാം, ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, എൻ്റെ ഭക്ഷണം കാണിച്ചു കൊടുക്കുക, ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ ഓരോന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തോ, ഇതൊക്കെ നല്ലതാ, അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. സോ ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയ രാവിലത്തേക്ക് വേണ്ടിയുള്ള ചിക്കനും നെയ്പ്പത്തിലും ബീഫ് കറിയൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ച എല്ലാത്തിനും എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. ഉമ്മാൻ്റെ ഫുഡിനൊരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ട് എന്ന് വേണം പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ രാവിലെ നെയ്പ്പത്തിലും ബീഫും. അടുത്ത എൻ്റെ പണി എന്താ വെച്ചാൽ എല്ലാ ബെഡ്ഷീറ്റും മാറ്റി വിരിക്കുക, ക്ലീൻ ചെയ്യുക. എല്ലാ പെരുന്നാളിനും എൻ്റെ ജോലി അതാണ്, ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കൽ. ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് മെയിൻ പണിയാണ്. എല്ലാ പെരുന്നാൾക്കും ഞാൻ ചെയ്യൽ, അതുകൊണ്ട് അത് ചെയ്യാം. ഓക്കെ. പെരുന്നാൾ ദിവസം എന്താണെന്നറിയില്ല, ഭയങ്കര സ്പെഷ്യലാണ്. രാവിലെ തന്നെ എണീക്കുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഉപ്പ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു പാട്ട് വെക്കും. എപ്പോൾ ഉള്ളതാണ്, എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ പാട്ട് വെക്കും. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധാരണ റുട്ടീനിലും ഡിഫറെൻ്റായിട്ട് എല്ലാം നടക്കുന്ന ഒരു ദിവസമാണ്. അന്ന് എല്ലാ കുടുംബക്കാരെ വിസിറ്റ് ചെയ്യുക, അങ്ങനെ നല്ല നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്നൊരു ദിവസമാണ് ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡേ എന്ന് വേണം പറയാം. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉമ്മൻ്റെ സ്പെഷ്യൽ നെയ്യപ്പൊക്കെ ഉമ്മ ഇങ്ങനെ പൊതിഞ്ഞ് തരാണ് അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നെയ്യപ്പം അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ പോവാണ്. മമ്മീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മമ്മിയാണ് നമ്മുടെ നെയ്ബർ. വേറെ ആരും ഇങ്ങനെ പറയാനും മാത്രം ആരുമില്ല. മമ്മിയും മാമിയും മാളും ആമി അവരൊക്കെയാണ് നമ്മളെ നെയ്ബേഴ്സ്. സോ അവർക്ക് അപ്പം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മമ്മീൻ്റെ വീട്. ഇതാണ് എൻ്റെ ചെറുപ്പകാലത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാൻ വന്ന സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വർത്താനം പറഞ്ഞ് അപ്പവും കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഗൈസ്, ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതെൻ്റെ വീടാണ്. എൻ്റെ വീടും എൻ്റെ സറൗണ്ടിങ്സും ഒക്കെ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നിൽക്കുക, ആ സിറ്റ് ഔട്ടിലിരിക്കുക, ചായ കുടിക്കുക, അതൊരു പ്രത്യേക വൈബാണ്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ, സംഭവം ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് തന്നെയാണ്. അങ്ങനെ ഉമ്മാൻ്റെ നെയ്പ്പത്തിലും ബീഫും ഒരു പ്ലേറ്റിലിട്ട് കഴിച്ചു തുടങ്ങി. എല്ലാ പെരുന്നാൾക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ നെയ്പ്പത്തിലും ബീഫ് കറിയായിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതില്ലാണ്ട് പെരുന്നാൾ ഇൻകംപ്ലീറ്റ് ആണെന്ന് തന്നെ വേണം പറയാം. സാധാരണ എല്ലാ പെരുന്നാൾക്കും സേമിയം പായസം ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് മാംഗോ സാഗോ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പം പറയുന്നത്. സാഗോ വേവിച്ചത്, മാംഗോ പ്യൂരി, മാംഗോ പീസസ്, കണ്ടൻസ് മിൽക്ക്, പാല്, ഇതൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സേമിയ പായസമാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കും കുറച്ച് ബാക്കി ഉണ്ടാകും. ഇത് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ടാണോ എന്തറിയില്ല, അന്ന് ഇത് വേഗം തീർന്നിരുന്നു. അത്രയ്ക്കും ഡിമാൻഡ് ഉണ്ടായിരുന്നു. കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം നിങ്ങൾ കാണുന്ന പാത്രത്തിൽ അത് തികയാത്തതുകൊണ്ട് വേറൊരു ചെമ്പിലേക്ക് അത് മാറ്റി, എന്നിട്ടും അത് തീർന്നു.
സോ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഉപ്പാക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് തന്നെ കണ്ടിട്ട് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അവളും വീട്ടിലുണ്ടാക്കി നോക്കി, അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് സ്കേർട്ടും ബ്ലാക്ക് ടോപ്പുമാണ്. അതിൻ്റെ കൂടെ ഞാനൊരു ബേജ് കളർ ഷാളും കൂടെ പെയർ ചെയ്ത്. സോ ജസ്റ്റ് ഒരു മിനി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പെരുന്നാളാവണോ നിനക്ക് വ്ളോഗ് ഇടാൻ പിന്നെയും എന്നൊക്കെ ചോദിച്ചു. ഒന്നും കൊണ്ടല്ല, സമയം കിട്ടിയില്ല. പിന്നെ വീട്ടിലാവുമ്പോഴാണ് എനിക്കിങ്ങനെ വോയിസ് ഓവറൊക്കെ ഇടാനൊരു കുറച്ച് ധൈര്യമുള്ളത്. പിന്നെ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. സോ ഈ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ കളർ വാച്ച് പെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗോൾഡൻ ഇയറിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വിത്ത് ഇയറിങ്സും ഒക്കെ. കുറച്ച് ഷോ ഒക്കെ ഇറക്കുന്നുണ്ട്, മൈൻഡാക്കണ്ട. ഉണ്ടാക്കിയ മാംഗോ സാഗോ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഞാനും ഉപ്പയും സബാഹും എല്ലാവരും കൂടി കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് നിർമ്മീൻ്റെ വീട്ടിലേക്കാണ്. ഈദ് മുബാറക്. ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ് നിർമ്മി, ഓളെ കെട്ടിച്ച വീടാണിത്. ഓരങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവളെ ഞാൻ കുറേ ആയിപ്പോൾ കണ്ടിട്ട്, അപ്പോൾ അങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞ്. പിന്നെ അവിടുത്തെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അതൊക്കെ കഴിച്ചു. നിർമ്മീൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് മൂത്തുവിൻ്റെ വീട്ടിലേക്കാണ്. മൂത്തു എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ എൽഡർ സിസ്റ്ററാണ്. മൂത്തുവിനോട് കുറച്ച് സംസാരിച്ച് നമ്മളവിടെ ഇരുന്നു. പിന്നെ മൂത്തു കഴിക്കാൻ കർമൂസൊക്കെ തന്നിരുന്നു. നിങ്ങളുടെ നാട്ടിൽ പപ്പായൊക്കെ എന്താ പറയുകയെന്ന് പറയാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഉപ്പാപ്പാൻ്റെ ഖബർസ്ഥാനത്താണ്. സബാഹു ഉപ്പയും കൂടി അവിടെ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ പിന്നെ പോയത് ആപ്പീൻ്റെ വീട്ടിലാണ്. ആപ്പി എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സിസ്റ്ററാണ്. ഈദ് മുബാറക്, ഈദ് മുബാറക്. ഹേയ് ഈദ് മുബാറക്. എന്താ ഡ്രസ്സൊന്നും മാറ്റാത്ത? പള്ളി പോയാ? എങ്ങോട്ടേക്കാ? എന്നെക്കാളും വലിയ ടയർ. ഓനെക്കാളും വലിയ സൈക്കിളും ടയറും ആണല്ലോ. ആപ്പീൻ്റെ അടിപൊളി ചിക്കൻ മന്തിയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തി ഒരു ഐസ്ക്രീമും കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ എണീച്ചിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ആദ്യം നിഹാലിൻ്റെ വീട്ടിൽ പോയി, അവിടെ നിന്ന് അക്കുവിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കലും തമാശ പറയലും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ പെരുന്നാൾക്ക് ഇങ്ങനെ കൂടുന്നത്. സാധാരണ ഒരു 5-6 ആളുണ്ടാവുന്നതാണ്. ഇപ്പം ഇത് നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇപ്രാവശ്യം വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഒരു 6 മണി 7 മണി എല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലെത്തി. ഇതൊക്കെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സാണ്. 10th വരെയും 12th വരെയൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ആ ബോണ്ട് അതുപോലെ എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും എത്ര കാലം കഴിഞ്ഞിട്ട് കണ്ടാലും സെയിം ബോണ്ടാണ് ഉള്ളത്. വീട്ടിലെത്തിയിട്ട് ചായയും ചക്ക ചിപ്സും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി ഞാനും ഉമ്മയും സബാഹെല്ലാം കൂടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി.
അവിടെ നോക്കുമ്പോൾ ഫുള്ള് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആയിരുന്നു. അവരൊക്കെ ഫോണിലും അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെ മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ രാത്രി അവിടെ നിന്നിരുന്നു ഫുഡെല്ലാം കഴിച്ചത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും റെഡിയാക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.